ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പടം തലവൻ, ബിജു മേനോനും ആസിഫ് അലിയും ഒരുമിച്ച് അഭിനയിക്കുന്ന തലവൻ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ ജിസ്ജോയാണ് പടത്തിൻ്റെ സംവിധാനം. ലെറ്റ്സ് വാച്ച്. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മളെന്നെ മോശമായിരുന്നു. പന്തീരാണ്ട് വെള്ളിട്ടാലും മെട്രാവത്താനാണ്. ഇന്ന് ചേപ്പനത്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, എത്ര നാളായി സർവീസില്? സർ, ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെ സർ. നമ്മൾ കണ്ടറിഞ്ഞെങ്കിൽ നിന്നാൽ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. കൊലപാതക ശ്രമമാട്ടോ സാറേ. എന്റെ കളിപ്പാവിന് കിട്ടിയ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. ചോദിച്ചു എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ, ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത സാർ, കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യടാ 2 വരെ ഇനവാ ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് സൈനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തി. അഭിയോഗമല്ല ജോഷി, എന്തിനും കൃത്യമായ ഒരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിലും ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്കി, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായല്ലേ യൂണിഫോം ഇടാൻ തുടങ്ങി. ഇടിച്ചിനെ പിഴിയും കഴിവ്. ഞാനാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ചോ. ഇപ്പൊ ഇവിടുത്തെ എസ് ഞാൻ ഞങ്ങളെ ഇരട്ടവറ്റാന്ന് തോന്നുന്നു. യെസ്, അടിപൊളിയായിട്ടുണ്ട്. ഒരു കേസിന്റെ ഭാഗമായിട്ടുള്ള പടം തന്നെ. അത് നമുക്ക് പോലീസിന്റെ യൂണിഫോമിലുള്ള പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അത് അങ്ങനെയാണ്. പോസ്റ്ററൊക്കെ കാണുന്നവർക്ക് അറിയാലോ. എന്തായാലും എന്തിന് കേസിന്റെ പുറകെ പോകുന്നത് ആയിരിക്കും കഥ എന്ന്. ഇത് എന്തായാലും ഒരു കേസിന്റെ പുറകെ പോകുന്നതാണ് കഥ. പക്ഷെ ജിസ്റ്റോ ആയതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പറയാമല്ലോ. ഇത് ട്രെയിലറിൽ നല്ല ഇപ്പൊ കുറച്ച് ഭാഗം എത്തിയപ്പോ ആസിഫ് അലിയുടെ ഒക്കെ പെരുമാറ്റമൊക്കെ നല്ല മാറ്റമുണ്ട്. ഒരു സ്ട്രെങ്ത്, ആ പവർ കാണിച്ച പാട്ടിന്റെ കൂടെ അവസാനത്തെ കുറച്ച് കട്ടുകൾ സൂപ്പർ ആയിട്ടുണ്ട്. ഞാനാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ചോ. ഇപ്പൊ ഇവിടുത്തെ എത്തിച്ചോ ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് എന്താണ് സംഭവം. പക്ഷെ ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് എന്താണ് സംഭവം, എന്താണ് നടക്കാൻ ആ ഒരു ക്യൂരിയോസിറ്റി, ഇത് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. പോയി കാണില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാണും. മേനോനും ആസിഫ് അലിയുടെ ക്യാരക്ടർ എനിക്ക് കണ്ടിട്ട് അയ്യപ്പനും കോശിയില് പൃഥ്വിരാജും ബിജു മേനോനും വരുന്ന പോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ട്രെയിലർ കണ്ടിട്ട്. അതുകൊണ്ട് 2 ഇരട്ടപ്പെട്ടുകളാണെന്നൊക്കെ പറയുമ്പോ ആ ഫ്രെയിമില് അവര് വരുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഞങ്ങൾ ഇരട്ടപ്പറ്റാന്ന് തോന്നുന്നു. ആ രസം കിട്ടാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം. ഇതാണ് തലവന്റെ ട്രെയിലർ. എനിവേ ഗൈസ്, ദിസ് ഇസ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. എല്ലാ തലവനക്കും ബൈ ബൈ.